ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഫ്ലവർ ഗാർഡൻ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 6.5 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള 3 പേപ്പേഴ്സ് ആണ്. ആദ്യം നമ്മൾ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ഹാഫായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അതിൽ സെൻറ്ററിൽ വരുന്ന ആ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ രീതിയിലാണ് നമുക്ക് മടക്കി കൊടുക്കേണ്ടത്. രണ്ട് സൈഡിലും ഓപ്പൺ ആയിരിക്കണം. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ താഴേക്കായിട്ട് വയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിലോട്ടായിട്ട് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മടക്കിയ ഭാഗമല്ലാത്ത രണ്ട് സൈഡ് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇനി അതിൻ്റെയും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. സെൻറ്ററിലോട്ടായിട്ട് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴത്ത് വരുന്ന ആ പോർഷൻസ്, രണ്ട് സൈഡിൽ നിന്നും മടക്കിയതിൻ്റെ താഴത്ത് വരുന്ന ആ പോർഷൻസ് അതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റെമ്മിൻ്റെ ഭാഗം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലവറിൻ്റെ 4 ഇതളുകളും ഇതേപോലെ ഇങ്ങനെ വിടർത്തിയെടുക്കാം. നാല് സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റെമ്മും ലീഫും സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. 6.5 സെൻറ്റിമീറ്റർ അളവിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഇതേപോലെ മടക്കി കൊടുക്കുക. എല്ലാ പ്രാവശ്യവും നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കോർണർ ടു കോർണർ മടക്കി കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഒറ്റ പ്രാവശ്യം മാത്രം മടക്കിയാൽ മതി. അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. മുകൾ വശം ചെയ്ത് കഴിയുമ്പോൾ താഴ്ഭാഗവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ചെയ്തെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി അത് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ടായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് മുകളിലുള്ള ഭാഗം കുറച്ച് തിക്കായിട്ടും താഴെയുള്ള ഭാഗം കുറച്ച് തിന്നായിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ആ തിന്നായിട്ടുള്ള ഭാഗം ഉള്ളിലായിട്ട് വരുന്ന മാതിരി നമ്മൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം എടുത്തതിന് ശേഷം അതും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റെമ്മും ലീഫും ചേർന്ന മാതിരിയായിട്ടും കിട്ടിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവർ അതിൻ്റെ താഴ്ഭാഗം നമ്മൾ സ്റ്റെമ്മിലേക്ക് ജോയിൻ ചെയ്യാൻ മാതിരി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഹോളിലേക്ക് സ്റ്റെമ്മ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് വെക്കാനുള്ളൊരു പോട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6.5 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്കത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ടായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെയും രണ്ട് സൈഡിൽ നിന്നും അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷനായിട്ട് പോകുന്നുണ്ടെങ്കിൽ വീഡിയോ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ കാണുന്നത് പോലെ അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നിയാലും ചെയ്തു വരുമ്പോൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ആ സൈഡിൽ നിന്ന് പേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലായിരിക്കും മടങ്ങി വരുന്നത്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഹോൾ വരുന്ന ഭാഗത്തിലേക്കൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഗം ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
പേപ്പർ അതിന് ചുറ്റും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവർ പോട്ടിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.